പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നീലപ്പെട്ടിയിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒന്നും ഇല്ലാതാകുന്നില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. CPM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF കോടികൾ ഒഴുക്കിയെന്ന ആരോപണവും KK ശൈലജ ഉന്നയിച്ചു. മതേതര മനസ്സ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്നും അവർ പറഞ്ഞു. എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്നത് എന്ന് മഹാഭൂരിപക്ഷം മനുഷ്യരും മനസ്സിലാക്കുന്ന നാളിൽ മനുഷ്യർക്ക് മോചനം ഉണ്ടാവും. ഭൂമിയിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവസാനിപ്പിച്ച് സന്തോഷഭരിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ അവസരം ഉണ്ടാകും. എന്നാൽ അക്രമികൾ അത്ര നിസ്സാരക്കാരല്ല. അവർക്ക് തെറ്റിദ്ധാരണ വരുത്താൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ മുതലാളിത്തത്തിന് സാധിക്കുന്നുണ്ട്, ഫ്യൂഡലിസത്തിന് സാധിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള നുണപ്രചരണങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കുഴപ്പക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയല്ല, അതിൻ്റെ നേതാക്കന്മാർ ശരിയല്ല എന്നൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടി കോൺഗ്രസ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങളെല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ആക്രമണം വർദ്ധിക്കുകയാണ്. എന്തു വലിയ നുണപ്രചരണങ്ങളാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ പുസ്തക മാധ്യമങ്ങളെല്ലാം വിലക്ക് വാങ്ങപ്പെട്ടിരിക്കുകയാണ്. വലിയ കാശ് കൊടുത്ത് മാധ്യമങ്ങളെ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളും അവർക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഭരണാധികാരികളും നേരത്തെ അങ്ങനെ ഭരണം നടത്തിയിരുന്ന പാർട്ടികളുമെല്ലാം ഈ മാധ്യമങ്ങളെ ആകെ വിലക്കെടുത്തിരിക്കുകയാണ്. പുതിയ ഏരിയ സെക്രട്ടറി K. ജയദേവൻ അധ്യക്ഷനായി. നിലവിലെ സെക്രട്ടറി P. അരവിന്ദാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഖ, K. പ്രേംകുമാർ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. ചുവപ്പ് വളണ്ടിയർമാരുടെ മാർച്ചുമുണ്ടായി. UTV ന്യൂസ്, പാലക്കാട്.